കുറുക്കൻ ചേട്ടാ, ആ ഗുഹയ്ക്കകത്ത് നമ്മളെപ്പോലൊരു മൃഗമല്ല ഉള്ളത്. അവിടേക്ക് പോകുന്നവരെയെല്ലാം ആ രാക്ഷസൻ തന്നോടൊപ്പം കൊണ്ടുപോകും. ഇനി ഏതെങ്കിലും മൃഗത്തിന് അപകടം പറ്റിയതോ വികലാംഗനോ ആണെങ്കിൽ. ഒരു കാട്ടിൽ ചിങ്കി കുറുക്കനും കുരുനരിയും വളരെ സ്നേഹത്തോടെ ജീവിക്കുകയായിരുന്നു. രണ്ടുപേരും നല്ല രീതിയിൽ കഷ്ടപ്പെടുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ജീവനായിരുന്നു. എന്നാൽ കാട്ടിന്റെ അപ്പുറത്തെ വശത്ത് ബബ്ലു ചെന്നായും കഴുതപ്പുലിയും ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. രണ്ടുപേരാണെ മടിയന്മാരും കള്ളന്മാരുമായിരുന്നു. ബബ്ലു, ദിവസവും പുതിയ പുതിയ മൃഗങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കപ്പെടുന്നു. ഇനി നമുക്കത് വിട്ടേക്കാം. എന്തിന്? മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ കഴിക്കും? ജോലി ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് നിനക്കിപ്പോൾ മനസ്സിലാവും. നീ എൻ്റെ കൂടെ വാ. അങ്ങനെ കഴുതപ്പുലി ബബ്ലു ചെന്നായനെയും കൊണ്ട് ചിങ്കി കുരുങ്ങനും കുരുനരിയുടെയും ഗുഹയിലെത്തി. ഇത് കണ്ടില്ലേ? അത് ചിങ്കിക്കുറുക്കനും സിയാറും. രണ്ടുപേരും വലിയ ദയവുള്ളവരാ. പിന്നെ ആരെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ തൻ്റെ ജീവൻ കൊടുത്തും അവർ രക്ഷപ്പെടുത്തും. അത് ശരി. അപ്പോൾ നാം എന്തായാലും അവരെ പ്രയോജനപ്പെടുത്തണം. ആ, അത് തന്നെ. വരൂ. രണ്ടുപേരും വയ്യാത്ത പോലെ ഒരു കാല് പൊക്കിപ്പിടിച്ച് ചിങ്കി കുറുക്കന്റെയും കുരുനരിയുടെ ഗുഹയുടെ അടുത്തൂടെ പോയി. ആ ആ എന്തൊരു വേദനയാണോ! ആ, ദൈവമേ, ഞങ്ങൾ ഏറ്റവും പാവപ്പെട്ട മൃഗങ്ങളാ, ജിലേബിയെ പോലെ. എന്നിട്ടും ഞങ്ങളോട് ഇങ്ങനെ എന്തിനു ചെയ്തു? അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ കാലുകളിൽ എന്താ? എന്തു പറയാനാ, എൻ്റെ അമ്മാവൻ്റെ അയൽവാസിയുടെ മകൻ്റെ സുഹൃത്തുണ്ടല്ലോ, അവൻ്റെ സഹോദരിയുടെ മകൻ്റെ വിവാഹത്തിന് പോയതായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടിച്ച മരം ഞങ്ങളുടെ ദേഹത്ത് വീണു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വികലാംഗരായി. ഇങ്ങനെ പോയാൽ ഞങ്ങൾ വിശന്നു മരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ വേട്ടയാടി ഭക്ഷണം കഴിക്കാനാ? അയ്യോ, ഇത് സംഭവിച്ചത് നല്ലതല്ല. നിങ്ങൾ വിഷമിക്കണ്ടാട്ടോ. നിങ്ങളുടെ ആരോഗ്യം ശരിയാവുന്നവരെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗുഹയിൽ താമസിക്കാം. നിങ്ങൾക്ക് അതുവരെ കഴിക്കാനുള്ള ഭക്ഷണവും ഞങ്ങൾ തരാം. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ചിങ്കി കുരുങ്ങനും കുരുനരിയും ഈ രണ്ട് കള്ളന്മാരെ അവരുടെ ഗുഹയിൽ ഇരുത്തി. വൈകുന്നേരം ആയപ്പോ ഭക്ഷണം തേടാൻ പുറത്തേക്കും പോയി. അടുത്തുള്ള കാട്ടിൽ നിന്നും രണ്ട് മുയൽ കുഞ്ഞുങ്ങളെ വേട്ടയാടി കൊണ്ടുവന്നു. അവരതിനെയും കൊണ്ട് ഗുഹയിലോട്ട് വന്നു. ഇതാ, നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ കഴിച്ചോളൂ. ഇത് കേട്ടതോടെ ഡബ്ലു ബബ്ലുവും കൂടെ ഭക്ഷണം കാണാത്ത പോലെ ആർത്തി മൂത്ത് കഴിക്കാൻ തുടങ്ങി. അതെ, ക്ഷമിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് ചിന്തിച്ചില്ല. വരൂ, നിങ്ങളും കഴിച്ചോളൂ. വേണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചാൽ നിങ്ങൾക്ക് വിശക്കും. നിങ്ങൾ സമാധാനത്തോടെ കഴിച്ചോളൂ. ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ഒരിത്തിരി പോലും വെക്കാതെ മുഴുവനും തിന്നു. എന്നിട്ട് സുഖായി ഉറങ്ങി. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നും ഇത് തന്നെയായിരുന്നു. ചിങ്കി കുറുക്കനും കുരുനരിയും അവർക്ക് ഇച്ചിരി ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അവർക്കാണെങ്കിൽ നിറച്ചും കൊടുക്കും. അവര് നന്നായി അടിച്ചു പൊളിച്ച് ജീവിച്ചു. പക്ഷെ ഒരു ദിവസം ചിങ്കി കുറുക്കന്റെ കുരുനരിയുടെ കൂട്ടുകാരായ ജിറാഫും മാനും വന്നു. ഡബ്ലും ബബ്ലും എന്നത്തെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ രണ്ട് പാവങ്ങളാണെങ്കിൽ ചെറിയൊരു മാംസകഷ്ണവും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിങ്കിക്കുറുക്ക, നീ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യണം. പറ്റില്ലെന്ന് പറയരുത്. മാൻചേട്ടാ പറയൂ. പറ്റില്ലെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? എൻ്റെ മകന് വല്ലാതെ വയറുവേദനിക്കുന്നു. നിനക്കതിനുള്ള മരുന്നറിയില്ലേ? അത് കഴിച്ചാൽ വയറുവേദന പെട്ടെന്ന് മാറുന്നതാണ്. ആ, എനിക്കറിയാം. ബാ, എന്റെ കൂടെ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇക്കാര്യം ചിങ്കി കുറുക്കൻ കുരുനരിയോട് പറഞ്ഞു. നിങ്ങൾ ഡബ്ലു ബബ്ലു ചേട്ടനെ നോക്കിക്കോ, ഞാനിപ്പോ വരാട്ടോ. ഇതും പറഞ്ഞ് ചിങ്കി കുറുക്കൻ അവരുടെ കൂടെ പോയി. 2 മണിക്കൂറിന് ശേഷം ജിറാഫും മാനും പേടിച്ച് തിരിച്ചു വന്നു. സിയാർ കുറുക്ക, ഒരു വലിയ സംഭവം നടന്നു. നമുക്കിപ്പോൾ തന്നെ പോകണം. എന്തുപറ്റി? അല്ല, പിന്നെ ചിങ്കി എവിടെ? ഞങ്ങൾ ചിങ്കിക്കുറുക്കനുമായി തിരിച്ചു വരികയായിരുന്നു. അപ്പം നീല ഗുഹയിൽ നിന്ന് രാക്ഷസൻ വന്നു. എന്നിട്ട് രാക്ഷസൻ ചിങ്കിയുമായി ഗുഹയുടെ അകത്തേക്ക് പോയി. നിങ്ങളിതെന്തൊക്കെയാ പറയുന്നത്? പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ. ഇനി വൈകിക്കൂടാ. കുറുക്കൻ ചേട്ടാ, ആ ഗുഹയ്ക്കകത്ത് നമ്മളെപ്പോലൊരു മൃഗമല്ല ഉള്ളത്. അവിടേക്ക് പോകുന്നവരെയെല്ലാം ആ രാക്ഷസൻ തന്നോടൊപ്പം കൊണ്ടുപോകും. ഇനി ഏതെങ്കിലും മൃഗത്തിന്
അപകടം പറ്റിയതോ വികലാംഗനോ ആണെങ്കിൽ ആ രാക്ഷസന് പ്രതിരോധിക്കാൻ പറ്റില്ല. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന ശാപം ആ രാക്ഷസനുണ്ട്. മാത്രമല്ല അവരുടെ കൈകൊണ്ട് ചാവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഗുഹയ്ക്കകത്ത് പോവാം, എന്നിട്ട് ആ രാക്ഷസനെ കൊല്ലാം. കുരുന്നരി എന്നിട്ട് ചെന്നായനെയും കഴുതപ്പുലിനെയും നോക്കി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്കറിയായിരുന്നു ഞങ്ങളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ സൗഹൃദം നിലനിർത്താൻ നിങ്ങൾക്കും ഒരവസരം വരുമെന്നുള്ളത്. പേടിച്ച് പേടിച്ച് തിരിച്ചു വന്നു. എന്താ ആലോചിക്കുന്നേ? പെട്ടെന്ന് വരൂ, അല്ലെങ്കിൽ ആ രാക്ഷസൻ ചിങ്കിക്കുറുക്കനെ കൊല്ലും. അതെ അതെ, വരൂ, നമുക്ക് ചിങ്കിയെ പോയി എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞങ്ങളെ നിങ്ങൾ ഒരുപാട് സഹായിച്ചതല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റും? അങ്ങനെ പേടിച്ച് പേടിച്ച് എല്ലാരും കൂടെ കൂട്ടത്തോടെ ആ ഗുഹയുടെ പുറത്തു വന്നെത്തി. ഇതാണ് ആ ഗുഹ. നിങ്ങൾ രണ്ടുപേരും പോയി ചിങ്കിയെ കൂട്ടിക്കൊണ്ടുവരൂ. ഡബ്ലു ബബ്ലുവും ആ ഗുഹയുടെ അകത്തേക്ക് പോവാൻ നോക്കിയായിരുന്നു. അപ്പോഴേക്കും ഗുഹയുടെ അകത്തുനിന്ന് ഭയാനകമായൊരു ശബ്ദം കേട്ടു. എന്റെ അമ്മച്ചി, ഇത്ര ഭീകര ശബ്ദം! ഇത് കേട്ടതോടെ രണ്ടുപേരും പുറകോട്ട് നീങ്ങി. അതെ, ആ ശബ്ദമുണ്ടാക്കുന്ന രാക്ഷസൻ അവൻ ഞങ്ങളെ കൊല്ലുവോ? അയ്യോ, അവനൊരു ശാപമുണ്ട്. അപകടത്തിൽപ്പെട്ട മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവനെ ഓർത്ത് പേടിക്കുന്നത്? ചിങ്കിക്കുറുക്കനും സിയാറും നിങ്ങളെ എത്ര സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യില്ലേ? പെട്ടെന്ന് പോവൂ. ഇതും പറഞ്ഞ് മാൻ അവരെ ഉന്തിത്തള്ളി വിട്ടു. രണ്ടുപേരും ഗുഹയുടെ അകത്തേക്ക് കുറച്ചൊന്ന് കേറിയപ്പോ വീണ്ടും ആ ശബ്ദം കേട്ടു. നിന്നെ ഭക്ഷിക്കും. എന്റെ അടുത്തേക്ക് വരൂ. എന്റെ ദൈവമേ, ഞങ്ങൾ ഒരിക്കലും വരില്ല. രണ്ടുപേരും പേടിച്ച് ഗുഹയിൽ നിന്ന് ഓടി പുറത്തോട്ട് വന്നു. അത് ഞങ്ങൾ എന്തായാലും ഇനി അകത്തേക്ക് പോവില്ല. കാരണം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അപകടം പറ്റിയിട്ടില്ല. ഇത് കണ്ടില്ലേ? ഇതും പറഞ്ഞ് രണ്ടുപേരും നാലുകാലെ നടക്കാൻ തുടങ്ങി. കുരുനരി ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഇതെന്താ, നിങ്ങൾക്കൊരു കുഴപ്പമില്ലേ? അതെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ അപകടം പറ്റിയതായിട്ട് നാടകം കളിച്ചെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ സഹായ മനസ്കത ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കൂടെ നിൽക്കാനാ. അങ്ങനെ എന്നും ഭക്ഷണം കഴിച്ച് കിടക്കാമല്ലോ. വഞ്ചകരെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ രൂപം കാട്ടിത്തന്നു. ഇനി ഞാൻ തന്നെ ചിങ്കിയെ രക്ഷിക്കാൻ പൊക്കോളാം. അപ്പോഴേക്കും മാൻ ഒച്ച ശബ്ദത്തിൽ പറഞ്ഞു. മതി, ജോലി കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വന്നോ. ഇത് പറഞ്ഞതോടെ ഗുഹയുടെ അകത്തുനിന്ന് ചിങ്കി കുറുക്കനും ഭാലുക്കരടിയും പുറത്തേക്ക് വന്നു. അല്ല ചിങ്കി, നിനക്ക് കുഴപ്പമില്ലേ? അല്ല, ഈ കാലുക്കരടി നിന്റെ കൂടെ? മാനെ, നീയല്ല പറഞ്ഞത് ചിങ്കിയെ രാക്ഷസൻ പിടിച്ചോണ്ട് പോയി എന്ന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഈ രണ്ട് ചതിയന്മാരെക്കുറിച്ചും വളരെ നല്ല അറിവുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നിങ്ങളുടെ കൂടെ താമസിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നതും കണ്ടു. അതുകൊണ്ട് ഈ ചതിയന്മാരുടെ കള്ളം പുറത്തു വരുത്താൻ വേണ്ടി ഞങ്ങളും ചിങ്കിയും കൂടി കളിച്ച ഒരു നാടകമായിരുന്നു ഇത്. പിന്നെ അത് രാക്ഷസന്റെ ശബ്ദമായിരുന്നില്ല, എന്റെ ശബ്ദമായിരുന്നു. ഞങ്ങളോട് പൊറുക്കണം ചിങ്കി. സിയാർ, ഞങ്ങൾ നിങ്ങളെ വഞ്ചിച്ചതിൽ ഖേദിക്കുന്നു. ശരി, നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇല്ല, ഒരിക്കലുമില്ല. സുഹൃത്തുക്കളെ, നല്ലത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ എല്ലാവരെയും വിശ്വസിക്കുന്നത് ശരിയല്ല. ആരെയൊക്കെ സഹായിക്കുന്നോ അവരെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അവൻ സത്യത്തിൽ അപകടത്തിലാണോ അതോ നിങ്ങളെ മുതലെടുക്കുകയാണോ എന്ന്. ഷേർഖാൻ, ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി ഈ കാട് എന്റേതാ. അല്ല പിന്നെ. വികൃതിയായ കരടിയും ബുദ്ധിമാനായ ആനയും. കാലുകരടിയുടെ വികൃതി കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് ഷേർഖാന്റെ കാട്ടിലെ മൃഗങ്ങൾ. സഹി കേട്ടപ്പോൾ എല്ലാവരും കൂടി പരാതിയുമായി ഷേർഖാന്റെ മുന്നിലെത്തി. ഷേർഖാൻ, ആ കാലുകരടിയുടെ വികൃതി ഓരോ ദിവസവും കൂടി വരികയാണ്. അതെ, ശല്യം സഹിക്കാൻ വയ്യാതെയായി ഷേർഖാൻ. ഷേർഖാൻ, ഇവൻ കാരണം പലതവണ എന്റെ കൂട് തകർന്നു. പിന്നെ എന്റെ മുട്ടുകളും പൊട്ടിപ്പോയി. ഇവരൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാൻ ചില തമാശകൾ മാത്രമാണ് കാണിക്കുന്നത്. ഈ തമാശ എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമല്ലല്ലോ, അല്ലേ? കാലുകരടി, നീ കാട്ടിലാണ് താമസിക്കുന്നത്, നാട്ടിലല്ല. നിന്റെ തമാശ കാരണം മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. നിനക്കുള്ള ശിക്ഷ ഇതാണ്. എല്ലാവരും ഷേർഖാനെ ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. ഇത് കേൾക്ക് നീ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഈ കാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവുക. അതാണ്
നിനക്കും ഈ കാട്ടിലുള്ളവർക്ക് നല്ലത്. ഷേർഖാന്റെ വാക്ക് കേട്ട് കാലുക്കരടിക്ക് വലിയ വിഷമമായി. പക്ഷേ ഷേർഖാനെ അനുസരിക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെ അവൻ കാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. മനുഷ്യൻ കടന്നുപോകുന്ന വഴിയിലൂടെയായിരുന്നു കാലുക്കരടിയുടെ യാത്ര. അവിടെ മൃഗങ്ങൾ പൊതുവെ കുറവായിരുന്നു. ഷേർഖാനെയും മൃഗങ്ങളെയും ഞാനൊരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. എന്നെ നാണം കെടുത്തി ഈ കാട്ടിൽ നിന്ന് ഓട്ടിച്ചതിന് ഞാൻ പകരം വീട്ടും. കാലുക്കരടി വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ അവിടെ ഒരു വലിയ പാത്രം. അതിൽ പച്ച നിറത്തിൽ വെള്ളമുണ്ട്. മനുഷ്യൻ പച്ചിലകൾ കൊണ്ട് ഇവിടെ ഇരുന്നാണ് നിറമുണ്ടാക്കാറുള്ളത്. ഇതെന്താണ്? മനുഷ്യനുണ്ടാക്കി വെച്ച എന്തോ സാധനമാണെന്ന് തോന്നുന്നു. ഇതും പറഞ്ഞ് കാലുക്കരടി അതിലേക്ക് കൈകളിടാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അതിൽ തൊടാൻ സാധിച്ചില്ല. ഇത്തിരി കൂടി ആഴത്തിലേക്ക് കൈ കടത്തേണ്ടി വരും. ഇത് ഒരുപാട് താഴെയാണല്ലോ. ഇതും പറഞ്ഞ് പാത്രത്തിലേക്ക് കുനിഞ്ഞു നിന്ന് കൈ നീട്ടി തൊടാൻ ശ്രമം നടത്തി. പക്ഷേ പെട്ടെന്ന് തന്നെ കാലു ആ പാത്രത്തിലേക്ക് മൂക്കും കുത്തി വീണു. അയ്യോ, എനിക്കെന്താ പറ്റിയത്? നിറം മുഴുവനും എന്റെ ദേഹത്ത് പറ്റിയല്ലോ. ആരാത്? ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് ചാടിയിറങ്ങി. വളരെ വേഗത്തിൽ ഓടിപ്പോയി. ഓടി ഓടി ഒരിടത്ത് ചെന്ന് നിന്ന് കിതയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുന്നിൽ ഒരാളെ കണ്ട് കാലു ഞെട്ടിപ്പോയി. ബബ്ബർ സിംഹം. ബബ്ബർ സിംഹം അതാ അവന്റെ മുന്നിൽ. സിംഹം കണ്ണുരുട്ടി കാലുവിനെ നോക്കി നിൽക്കുകയാണ്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നോട് ക്ഷമിക്കൂ. എന്നെ കൊല്ലരുതേ. എനിക്ക് നിങ്ങളെ മനസ്സിലായി. രംഭു ആ മൃഗമല്ലേ? കാട് മുഴുവൻ വിറപ്പിക്കുന്ന, ഒറ്റയ്ക്ക് ഒരുപാട് സിംഹങ്ങളെ കൊന്ന മൃഗം. പക്ഷേ ഇവൻ എന്തിനാ എന്നെ രംഭു എന്ന് വിളിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ആലോചിച്ചുകൊണ്ട് തന്റെ ശരീരത്തിലേക്ക് കാലു നോക്കി. എന്റെ ശരീരം ഇപ്പോൾ പച്ച നിറത്തിലാണല്ലോ. അതാണ് ഇവൻ എന്നെ രംഭു എന്ന് വിളിക്കുന്നത്. ഇപ്പോ ശരിയാക്കി തരാം. ശരി, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. പക്ഷേ ഇന്നു മുതൽ നീ എന്റെ അടിമയാണ്. എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ. ശരി, എന്നെ നിന്റെ പുറത്തു കയറ്റ്. എന്നിട്ട് ഷേർഖാന്റെ കാട്ടിലേക്ക് കൊണ്ടുപോകും. ഇത് കേട്ട് ബബ്ബർ കാലുവിനെ തന്റെ പുറത്തു കയറ്റി. എന്നിട്ട് ഷേർഖാന്റെ കാട് ലക്ഷ്യമാക്കി നടന്നു. കാട്ടിലെത്തിയതും കാലുവിനെ കണ്ട് എല്ലാ മൃഗങ്ങളും കണ്ണും തള്ളി നിൽപ്പായി. ബബ്ബർ സിംഹത്തിന്റെ പുറത്തിരുന്ന് പോകുന്ന പച്ച മൃഗത്തെ കണ്ട് അത് രംഭു ആണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. രംഭു അതാ ഈ കാട്ടിലും എത്തിയിരിക്കുന്നു. രംഭുവിനെ കണ്ട് ഷേർഖാൻ പോലും പേടിച്ചു വിറച്ചു. ഷേർഖാൻ, ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി ഈ കാട് എന്റേതാ. അല്ല പിന്നെ. നീ ഈ കാട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളണം, കേട്ടല്ലോ? ഷേർഖാൻ, നീ കണ്ടില്ലേ? ബബ്ബർ സിംഹം പോലും അവനെ പേടിച്ചാണ് നിൽക്കുന്നത്. അവനെ പുറത്തിരുത്തി സവാരി ചെയ്യുന്നു. പിന്നെ നീ എങ്ങനെ അവനെ തോൽപ്പിക്കും? നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയും. അത് കേട്ട് ഷേർഖാനും ചിന്തിച്ചു, ഇനി മിണ്ടാതിരിക്കുന്നതായിരിക്കും തനിക്കും നല്ലതെന്ന്. അതുകൊണ്ട് അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കാട്ടിലെ രാജാവായി കാലുക്കരടി വിലസി. എല്ലാ മൃഗങ്ങളെയും അവൻ തന്റെ അടിമകളാക്കി. ഷേർഖാനെ കൊണ്ട് തനിക്ക് വേണ്ട ഇര പിടിപ്പിച്ച് സുഖമായി കഴിച്ചു. ദിവസവും വിനോദത്തിനായി ആനയെയും ഹിപ്പോപ്പൊട്ടാമസിനെയും തമ്മിലടുപ്പിച്ചു. പക്ഷികളെ പോലും വെറുതെ വിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചോട്ടു ആനയുടെ കൂട്ടുകാരനായ രാമു ആന അടുത്ത കാട്ടിൽ നിന്ന് ചോട്ടുവിനെ കാണാനെത്തി. ഈ രംഭു ഞങ്ങളുടെ കാട്ടിൽ വന്നതിൽ പിന്നെ ഒരു സമാധാനവുമില്ല. അവന്റെ ഇഷ്ടത്തിലാ ഇവിടെ എല്ലാം നടക്കുന്നത്. അവനെ കാരണം മൃഗങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുക. നീ ഇതെന്തോന്നാ പറയുന്നത് ചോട്ടു? കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രംഭു ഞങ്ങളുടെ കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാ അവനെ ഫോറസ്റ്റുകാർ നാട്ടിലേക്ക് പിടിച്ചു കൊണ്ടുപോയത്. ആ സന്തോഷത്തിൽ ഞങ്ങളുടെ കാട്ടിൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. അതിന് നിന്നെ ക്ഷണിക്കാനാ ഞാൻ വന്നത്. രംഭുവിനെ അവർ പിടിച്ചു കൊണ്ടുപോയെങ്കിൽ പിന്നെ ഇവിടെ ആരാണുള്ളത്? ഉറപ്പായും അവനൊരു ആൾമാറാട്ടക്കാരനായിരിക്കും. ചോട്ടു അപ്പോൾ തന്നെ ഷേർഖാനെയും മറ്റു മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് കാര്യം അവതരിപ്പിച്ചു. അവൻ ആൾമാറാട്ടക്കാരനാണെങ്കിൽ അവനെ എന്തുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല? അതെ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അവന്റെ നിറം ഓരോ ദിവസം കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അവൻ ആ പച്ച നിറം ശരീരത്തിൽ തേച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്.
പക്ഷേ ആ ബബ്ബർ സിംഹം എന്തിനായിരിക്കും അവനെ പുറത്തു കയറ്റി ചുറ്റുന്നത്? അതിനർത്ഥം ബബ്ബറിനും സത്യം അറിയില്ല എന്നാണ്. അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുവാനായി നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയാലോ? ചോട്ടു എല്ലാവരോടും തന്റെ ഐഡിയ പറഞ്ഞു. അത് കേട്ട് മൃഗങ്ങൾക്ക് സന്തോഷമായി. റംബു രാജാവേ, ചോട്ടു ആനയ്ക്ക് അങ്ങയോട് മത്സരിക്കണമത്രേ. അവൻ ഇനി അടിമയാകാൻ വയ്യെന്ന് നിങ്ങളെ ഈ കാട്ടിൽ നിന്ന് ഓട്ടിക്ക് വന്ന്. ഇത് കേട്ട് കാലു പേടിച്ചെങ്കിലും പേടി മറച്ചുവെച്ച് അവൻ പറഞ്ഞു, ചോട്ടു ആന എന്നെ അടിക്കാനോ? അവനെ തല്ലാൻ എന്റെ ജോലിക്കാരൻ മതി തൽക്കാലം. അത് ശരിയാ, അങ്ങ് എന്റെ കൂടെ വരൂ. ഹിപ്പോ കാലുക്കരടിയും കൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് കുളത്തിന്റെ കരയിലെത്തി. അവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. റംബു, നീ സിംഹത്തിന്റെ പുറത്തു നിന്ന് ഇറങ്ങി എന്നിട്ട് എന്നെ തോൽപ്പിക്കേ. ഞാൻ നിന്നെ പോലുള്ള ചെറിയ മൃഗങ്ങളുമായി മത്സരിക്കില്ല. അതിന് എന്റെ ജോലിക്കാരൻ മതി. ഇത് കേട്ട് ബബ്ബർ സിംഹം ചോട്ടുവിന്റെ നേർക്ക് പാഞ്ഞുവെങ്കിലും പെട്ടെന്ന് തന്നെ ചോട്ടു ആന കുളത്തിൽ നിന്നും തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് ബബ്ബർ സിംഹത്തിന്റെ പുറത്തിരുന്ന കാലുക്കരടിയുടെ ദേഹത്തേക്ക് ചീറ്റി. അവന്റെ ദേഹത്തെ നിറം മുഴുവൻ ഒലിച്ചുപോയി. കാലു തന്റെ യഥാർത്ഥ രൂപത്തിലുമായി. കാലുക്കരടി, നീയോ? എന്താ, ഞാനൊരു കരടിയെയാണോ ഇത്രയും ദിവസം എന്റെ പുറത്തിരുത്തിക്കൊണ്ട് നടന്നിരുന്നത്? ഇതും പറഞ്ഞ് ഒറ്റത്തട്ടന് സിംഹം കാലുവിനെ നിലത്തേക്ക് എറിഞ്ഞു. അയ്യോ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ചുമ്മാ തമാശക്ക് ചെയ്തതാണേ. നീ ഒരിക്കലും നന്നാവില്ല കാലു. ഡേയ്, ഇവൻ ശരിക്കും എന്നെയാ പറ്റിച്ചത്. ഇവനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ. ഇത് കേട്ട് കാലുക്കരടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ ബബ്ബർ സിംഹം അവന്റെ പിന്നാലെ പാഞ്ഞു. അയ്യോ, രക്ഷിക്കൂ, എന്നോട് ക്ഷമിക്കൂ, അയ്യോ, എന്നെ രക്ഷിക്കണേ. അവർ ഓടുന്നത് കണ്ട് എല്ലാ മൃഗങ്ങളും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചോട്ടുവാനെ, നിന്നെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും അവന്റെ അടിമകളായി തുടർന്നേനെ. നിന്നോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഷേർഖാൻ, ഞാൻ ചെയ്തത് എന്റെ കടമയാണ്. അങ്ങനെ കാലുക്കരടിയെ ഓടിച്ചതിന്റെ സന്തോഷത്തിൽ മൃഗങ്ങൾ എല്ലാവരും ചേർന്ന് കാട്ടിലൊരു ഉഗ്രൻ പാർട്ടി തന്നെ നടത്തി.